ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ കുട്ടികൾക്കുള്ളതല്ല. കുട്ടികൾ ഇത് കാണണ്ട. ഇത് ക്ലിക്ക് ബൈറ്റ് ഒന്നുമല്ല. ശരിക്കും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കുട്ടികൾ ഇത് കാണണ്ട. കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അവരെന്തെങ്കിലും ഒരു സൂത്രപ്പണി പഠിക്കും. കാരണം ഇത് പാരൻസിനുള്ള വീഡിയോ ആണ്. നമ്മുടെ കുട്ടികളിൽ പലരും പലതരത്തിൽ ഫോണിൽ അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അതായത് നമ്മുടെ കുട്ടികൾ ഫോണിൽ ഭയങ്കരമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഫോണിന് അഡിക്റ്റ് ആയി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിന് അവർ അഡിക്റ്റ് ആയി പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഗെയിം കണ്ടമാനം കളിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ നേരം യൂട്യൂബ് കാണുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിന് അവർ അഡിക്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിൽ കയറി മോശപ്പെട്ട എന്തെങ്കിലും സൈറ്റുകളിൽ എത്തിപ്പെടുന്നുണ്ടോ, അങ്ങനെ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നിരീക്ഷിക്കാൻ, ഏതെങ്കിലും ഒരു മോശം സൈറ്റിൽ അവർ പോകുന്നതായിട്ട് കണ്ടാൽ അത് ബ്ലോക്ക് ചെയ്യാൻ, എല്ലാം നമുക്ക് ഈ വീട്ടിലല്ല എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാനും കുട്ടികളുടെ കംപ്ലീറ്റ് ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. സോ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു ഫോണുണ്ട്. സോ അതുകൊണ്ട് അത്യധികം പ്രസക്തമായൊരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. സോ ഇത് പാരൻസ് വളരെ ശ്രദ്ധയോടെ കാണുക, ഒപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും അറിയട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. വണ്ടർ ഷെയർ എന്ന സോഫ്റ്റ്വെയറിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്, ഫെമിസേഫ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചോ ഈ കമ്പനിയെ കുറിച്ചോ ഒക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനേക്കാളൊക്കെ ഉപരി ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫോണുകൾ കാണാം. ഇതെൻ്റെ മകളുടെ ഫോണാണ്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ ഈ പാരൻ്റ് ഫോൺ കൊണ്ട്, അതായത് ഇതാണ് കാരണന്മാരുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ. അപ്പോൾ ഞാൻ ഈ ഫോൺ കൊണ്ട് എൻ്റെ മകളുടെ ഈ ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വണ്ടർ ഷെയറിൻ്റെ ഫെമിസേഫ് എന്ന ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, മകളുടെ ഫോണിൽ ഫെമിസേഫ് ജൂനിയർ ഫെമിസേഫ് JR ഈ ഒരു സംഗതി ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഓപ്പൺ ചെയ്യാം. ഫെമിസേഫ് JR അത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഫെമിസേഫ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റാർട്ട് കൊടുക്കുക രണ്ടിലും. ഇവിടെ സ്റ്റാർട്ട്, ഇവിടെ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും അടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇമെയിലും പാസ്വേഡും. ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്. ഇനി ഈ ഫോണിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിലാണ് എനിക്കിത് ഈ ഫോൺ കൊണ്ട് പൂർണ്ണമായിട്ടും എൻ്റെ മകളുടെ ഈ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഈ ഫോണിൻ്റെ ഒരു കോഡ് ഇവിടെ അടിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ. ഇവിടെ ഈ ബ്ലൂ ബാറിൻ്റെ അറ്റത്ത് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്താൽ ആ കോഡ് വരും. നിങ്ങൾ ആ കോഡ് ഇവിടെ അടിച്ചാൽ മതി, 595 165 അടിച്ചു കഴിഞ്ഞാൽ കണക്റ്റായി. ഇനി ഇതിനകത്ത് കുറച്ച് പെർമിഷനുകൾ എനേബിൾ ചെയ്യണം. അതായത് എങ്കിൽ മാത്രമാണ് ഇതിന് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർമിഷനുകളെല്ലാം എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ എനേബിൾ നൗ, വരുന്ന എല്ലാ പെർമിഷനുകളും എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇത് എനേബിൾ ചെയ്യുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ വണ്ടർ ഷെയറിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം ഫുൾ കൺട്രോളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമ്മൾ ആ ഫോണിലേക്ക് എടുക്കാൻ പോകുന്നത്. സോ ഫുൾ കൺട്രോൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം നിലയ്ക്ക് നിങ്ങൾ അന്വേഷിച്ച് ഉറപ്പാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സെറ്റായി. ഇനി ഈ ഫോണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഫോൺ എൻ്റെ മോൾക്ക് നോർമലായിട്ട് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. കണ്ടോ, എല്ലാ ആപ്ലിക്കേഷനും അവളുടെ ഗെയിമുകൾ ചറപറാന്ന് കിടക്കുന്നുണ്ട്, എല്ലാം അവൾക്ക് ഉപയോഗിക്കാം. നോർമൽ, ഒരു വ്യത്യാസവും ഇല്ല, ഫുൾ സെറ്റാണ്. അത് നോർമലായി. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ആക്കി, ഇതിൻ്റെ ആവശ്യമേ കഴിഞ്ഞു. ഇനി എൻ്റെ മോളുടെ ഫോൺ അപ്പുറത്തിരുന്നോട്ടെ. നമുക്ക് ഇവിടെ പാരൻ്റ് ഫോൺ, അതായത് എൻ്റെ ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇൻ്റർഫേസ്, കാണാം. ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നീല ബാറ് കാണാം. 45% ഈ ഫോണിൻ്റെ ബാറ്ററി കണ്ടോ, ഈ 45% ആ ബാറ്ററി നമുക്ക് ഇവിടെ കാണാം, ആ ഫോണിൻ്റെ ബാറ്ററി ലൈഫ്. പിന്നെ കുറച്ച് ഐക്കണുകൾ താഴെ കാണാം, ഫീച്ചേഴ്സ്. അതിന് താഴെ ലൈവ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലൈവ് ലൊക്കേഷൻ. അതിന് താഴെ പിന്നെയും കുറേ വിഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വേണമെന്നില്ല. ഓൾ ഫീച്ചേഴ്സ് കണ്ടോ, ഈ കാണുന്ന സംഗതി ഓൾ ഫീച്ചേഴ്സ്, ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ കണ്ട മൊത്തത്തിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം ഇവിടെ ഇങ്ങോട്ട് വന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. എങ്ങനെയാണ് ഇത് നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് ആക്ടിവിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ അവരുടെ ഫോണിൽ, നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഫോണിൽ, അവരുടെ ഫോണിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫോണിൽ അവരെന്തൊക്കെ കണ്ടു, ഏതൊക്കെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ഏതൊക്കെ സൈറ്റിൽ വിസിറ്റ് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോണിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതുവരെ സകല ആക്ടിവിറ്റീസും നമുക്കിവിടെ കാണാം. എത്ര മണിക്കാണ് അത് വിസിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് റൈറ്റ് സൈഡിൽ കാണാം. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ഫോണിൽ അവർ ചെയ്യുന്ന ഫുൾ ആക്ടിവിറ്റീസും നമുക്ക് കാണാം. സോ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ എവിടെ ഇരുന്നുകൊണ്ട്, നമ്മുടെ ഓഫീസിലോ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കാണാം. ഇനി രണ്ടാമതായിട്ട് സ്ക്രീൻ ടൈം കണ്ടോ, ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത്
യൂസ്ഡ് ആപ്പ്, ടോപ്പ് യൂസ്ഡ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫുൾ കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഓരോ ആപ്പും എത്രയൊക്കെ നേരം ഉപയോഗിച്ചിട്ടുണ്ട് ആ മൊത്തം കാര്യങ്ങൾ ഇതിനകത്ത് കാണാം. അത് ഈ ഒരു ദിവസത്തെ മാത്രമല്ല കാണുക, നമുക്ക് 7 ദിവസത്തെ വരെ കാണാം, 15 ദിവസം കാണാം, അല്ലെങ്കിൽ 30 ദിവസം വരെയുള്ള ആപ്പിൻ്റെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏത് ആപ്പാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, അഡിക്റ്റ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മക്കളുടെ ഫോൺ ഉപയോഗം നമ്മൾ നോക്കി അതിലെന്തെങ്കിലും പന്തികേട് കാണുകയാണ്, ഇപ്പം തന്നെ അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇൻസ്റ്റാൻറ്റ് ബ്ലോക്ക്. ഇപ്പോൾ ഇത് ഗൂഗിൾ ക്രോം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഇത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളിത് കാണുവാണ്, ഇത് നോക്കി നമ്മൾ ഇതിനകത്ത് കുറേ ആപ്പ് അവർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു, പെട്ടെന്ന് നമ്മൾ പുറകോട്ട് കൊണ്ട് ഇവർക്ക് ഇപ്പോൾ ഒരു ഉപയോഗം നമുക്ക് നിർത്തണം, കുട്ടിയുടെ ഫോണിലത്തെ ഈ ഉപയോഗം നമുക്ക് നിർത്തണമെങ്കിൽ ഒന്ന് പുറകോട്ട് വന്നിട്ട് ഇൻസ്റ്റാൻറ്റ് ബ്ലോക്ക് എന്നുള്ള ബട്ടണിൽ ഇതാ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കാം ഇത് ബ്ലോക്ക് ആവുന്നത്. ഇപ്പോൾ ഇത് ഗൂഗിൾ ക്രോം ആണ് ഞാൻ നോക്കുന്നത്, കണ്ടോ ബ്ലോക്കായി. ഇനി ഈ ഫോണിൽ എന്ത് ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും ജിമെയിൽ ബ്ലോക്ക്, വേറെന്ത് തന്നെ കണ്ടോ എല്ലാം ബ്ലോക്കാണ്. ഗെയിം കളിക്കാൻ നോക്കിയാൽ അങ്ങനെ എന്ത് നമ്മൾ നോക്കിയാലും അതിൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് എന്നേ കാണും, കണ്ടോ ബ്ലോക്കായി നിൽക്കുന്നത്. പിന്നെ നമുക്ക് തോന്നുമ്പോൾ ക്ലിയർ ആയ കാര്യങ്ങളെന്ന് കണ്ടാൽ നമുക്ക് തന്നെ അൺബ്ലോക്ക് ചെയ്യാം, അപ്പോഴേ അത് അൺബ്ലോക്ക് ആവുള്ളൂ. സോ ഇൻസ്റ്റാൻ്റ്ലി ഒരു സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തും നമ്മുടെ പിള്ളേരുടെ ഫോൺ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് ഡൗൺ ടൈം, താഴെ ഡൗൺ ടൈം എന്ന് കാണാം. ഇത് വെച്ചാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ രാത്രി കഴിഞ്ഞ് നമ്മൾ കാരണന്മാരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ ഫോൺ എടുത്ത് രാത്രി കുത്തിരുന്ന് ഫോണിൽ കളിയായിരിക്കും. രാത്രി 1 മണി വരെ 2 മണി വരെയൊക്കെ ഇത് ഒരു വലിയ ദുശീലമായിട്ട് ഇപ്പോൾ പിള്ളേരുടെ ഇടയിൽ സജീവമായിട്ട് കണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ചും ഗെയിമിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഡൗൺ ടൈം ഞാനിവിടെ 22 to 7 കൊടുത്തിട്ടുണ്ട്. അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 7 മണി വരെ ഒരാപ്പ് ഉപയോഗിക്കേണ്ട, ഫോൺ കംപ്ലീറ്റ് ലോക്കാണ്. ഫോൺ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ല, ആപ്പുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്യാണ്. ഇനി നമുക്ക് സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാം. ഡൗൺ ടൈം നമ്മൾ സെറ്റ് ചെയ്തു, രാത്രി ഇനി അവർ ഉപയോഗിക്കില്ല. പകല് ഓവറായിട്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫോൺ ഓവറായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാം. അതായത് സ്ക്രീൻ ടൈം ലിമിറ്റ് കണ്ടോ, ഇതിലൂടെ നമുക്ക് സ്ക്രീൻ ടൈം ഒരു ദിവസത്തെ എത്ര നേരം പകൽ ഉപയോഗിക്കണം എന്നുള്ള സ്ക്രീൻ ടൈം ലിമിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈം ലിമിറ്റ് എവരിഡേ ഇത്ര അവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അത്ര മണിക്കൂർ മാത്രമേ അവർക്ക് ഫോൺ ഓൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ആപ്പെല്ലാം ലോക്ക് ആവും. ആ രീതിയിൽ നിങ്ങൾക്ക് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിൽ തന്നെ ആപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ടൈമിൽ തന്നെ ഡിഫറൻ്റ് ആയ ആപ്പുകൾ, ഓരോ ആപ്പും ഇത്ര നേരം ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാപ്പ്, ഞാൻ ഈ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആ ആപ്പിനകത്ത് ആ ആപ്പ് വന്നിട്ട് 1 hour ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ടൈമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവർക്ക് 2 hour ആക്കണമെങ്കിൽ 2 hour ആക്കാം, അല്ലെങ്കിൽ 1 hour സേവ്. ഇനി അടുത്തതായിട്ട് ഇവർ നെറ്റിൽ കയറിയിട്ട് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് നോർമലി ഇഷ്ടംപോലെ സംഭവങ്ങൾ പിള്ളേർ ബ്രൗസ് ചെയ്യും. അവരെന്താ ബ്രൗസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഓഫീസിലാണെങ്കിൽ വീട്ടിൽ അവരെന്താ ബ്രൗസ് ചെയ്യുന്നത് അറിയാൻ പറ്റുമോ? ഇതുണ്ടെങ്കിൽ പറ്റും. ബ്രൗസർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ വെബ് സേഫ്റ്റി, ഇൻ്റർനെറ്റ് സേഫ്റ്റി എന്ന് പറയുന്നിടത്ത്, അതായത് നമ്മളിതാ ഈ സംഭവം തുറന്നു കഴിഞ്ഞാൽ ബ്രൗസർ ഹിസ്റ്ററി എന്നുള്ളത് എടുക്കുക. ഇവിടെ ഇതാണ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, വിക്കിപീഡിയയിൽ കയറിയിട്ട് മോഹൻലാലിനെയാണ് സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഈ ഒരു സൈറ്റാണ് നോക്കിയത്, അതായത് എൻ്റെ മകളുടെ ഫോണിൽ അവൾ ഈ സൈറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ടൈമിൽ ഏത് സൈറ്റാണ്. വിക്കിപീഡിയ വിക്കി മോഹൻലാൽ, കണ്ടോ മോഹൻലാലിനെ കുറിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അപ്പം തന്നെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ മക്കൾ എന്താണ് ഇപ്പം നെറ്റിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗൂഗിൾ ക്രോമിൽ കയറി ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കാണുക മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബ്ലോക്കും ചെയ്യാം. അതായത് ഈ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും വീണ്ടും ഈ ഒരു സൈറ്റിലേക്ക് വരാനോ ആക്സസ് ചെയ്യാനോ ശ്രമിച്ചാൽ കണ്ടോ ബ്ലോക്കായി. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്കാനും ഇൻസ്റ്റാൻ്റ്ലി ബ്ലോക്ക് ചെയ്യാനും പറ്റും. സോ സംഗതി അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു കമൻറ്റ് ഞാൻ ഫേസ്ബുക്കിലോ മറ്റോ കണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പിള്ളേർക്ക് നമ്മളോട് വെറുപ്പാവുമെന്ന്. അതൊരു ശരിയായ കമൻറ്റാണോ? പിള്ളേർക്ക് നമ്മളോട് വെറുപ്പാവോ? അവരുടെ സേഫ്റ്റിക്കും അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പിള്ളേർക്ക് വെറുപ്പുണ്ടാക്കുക? ഒരു ഇഷ്ടക്കേട് തോന്നും, പക്ഷേ അത് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കമൻറ്റ് സീരിയസ് ആയ ഒരു കമൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ഒരു നല്ല ഫ്യൂച്ചർ എന്ന് പറയുന്നത് ലൊക്കേഷൻ. അവരുടെ ഫോണിലെ ലൊക്കേഷൻ, അവർ ആ ഫോൺ കൊണ്ട് എവിടേക്കൊക്കെയാണ് പോകുന്നത്, അവരിപ്പോൾ എവിടെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ലൊക്കേഷൻ സർവീസിൻ്റെ ഭാഗത്ത് വന്നാൽ ലൈവ് ലൊക്കേഷൻ
ഇത് നമുക്ക് കൃത്യമായിട്ട് ആളുടെ ലൊക്കേഷൻ കാണിച്ചു തരും. ലൊക്കേഷൻ ഹിസ്റ്ററി, നമുക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ്റെ ഹിസ്റ്ററി എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരും. ഡ്രൈവിംഗ് റിപ്പോർട്ട്, കൃത്യമായിട്ട് എവിടേക്കൊക്കെ വഴി കൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഡ്രൈവിംഗ് റിപ്പോർട്ടിൽ കാണാം. സോ അതും ഒരു അടിപൊളി ഫീച്ചറാണ്. നമ്മുടെ പിള്ളേർ എവിടേക്കൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണാം. സോ ഇത്രയും കാര്യങ്ങൾ, ഫോണിൻ്റെ ഉപയോഗവും അവർ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. നല്ല വശങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ. എന്നാൽ ഇതിൽ ചില എക്സ്ട്രാ ഫീച്ചറുകൾ കൂടിയുണ്ട്. അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ചില സംഗതികളുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയേക്കാവുന്ന നല്ല അഡ്വാൻസ്ഡ് ആയ ഒരു ഫീച്ചർ എന്താണെന്നല്ലേ, സേഫ് സെർച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കണ്ടോ, സേഫ് സെർച്ച്. ഇതിലൂടെ ഇന്ന കുറേ വേർഡുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വേർഡുകളൊന്നും പിള്ളേർ ഇവിടെ സെർച്ച് ചെയ്താൽ വരില്ല. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വെബ് ഫിൽറ്റർ, ഇത് നോക്കിയാൽ ഇങ്ങനെ അഡൽട്ട്, ഡ്രഗ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്ത് വെക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതും അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ വാൾപേപ്പർ, ഇൻഅപ്രോപ്രിയേറ്റ് പിക്ചർ, ഈ സംഭവം പലപ്പോഴും അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ആലോചിക്കുക. അതേപോലെ എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റ്, ഇതും വന്നിട്ട് അത്ര ഒരു നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ യൂട്യൂബ് കൺട്രോൾ പോലുള്ള സംഗതികളുണ്ട്, പക്ഷേ അത് അത്ര കണ്ട് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഞാനിവിടെ നോക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഇവിടെ വരുന്നില്ല. സോ ഇങ്ങനെ ചില സംഭവങ്ങൾ, യൂട്യൂബ് കൺട്രോൾ അല്ലെങ്കിൽ നെറ്റിൻ്റെ ഈ വെബ് സേഫ്, അങ്ങനെയുള്ള സംഭവങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, ഇത് അത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന്. അവർ പറഞ്ഞു വരും ദിവസങ്ങളിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതൊഴിച്ച് നിർത്തി ബാക്കിയുള്ള നമ്മൾ ഈ പറഞ്ഞ കൺട്രോളിങ്ങിൻ്റെ കാര്യം, അവർ ബ്രൗസ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സോഫ്റ്റ്വെയറുകളെ പരിഗണിക്കാവുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചറുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ കൂടുതൽ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവാം, ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. നിങ്ങൾ നോക്കി കണ്ടുപിടിക്കാത്തായാലും എൻ്റെ ഒരു കിട്ടിയ ഒരു സോഫ്റ്റ്വെയർ ഈ രീതിയിലാണോ ഉള്ളത്. ഓവറോൾ നല്ല രീതിയിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇനിയും ഇമ്പ്രൂവ് ആവുമെന്ന് പറയുന്നുണ്ട് അവർ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെറുതെ നമ്മുടെ ഒരു ഫോൺ എടുത്ത് പിള്ളേർക്ക് കൊടുത്തു, അവർ പറയുന്ന അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മളത് വിശ്വസിക്കുന്നു. അങ്ങനെ പോവാതെ കൃത്യമായിട്ട് കുട്ടികളെ മോണിറ്റർ ചെയ്യുക. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർ ഫോണിന് അഡിക്റ്റ് ആവാതെ, ആപ്പിന് അഡിക്റ്റ് ആവാതെ, മോശപ്പെട്ട സൈറ്റുകളിലും മറ്റും ചെന്ന് പെടാതെ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യും. അവർക്ക് വേണ്ടുന്ന നല്ല ഗൈഡൻസ് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം നല്ല രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം വേണമെങ്കിൽ ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യാം. താല്പര്യമായി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. അത് ഫ്രീ ഒന്നുമല്ല, പക്ഷേ ട്രൈ ചെയ്യാം. എന്നിട്ട് താല്പര്യമായെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.